ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 240 ദിവസം. സൂറത്തുൽ ബഖറ 230. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله وتلك حدود الله يبينها لقوم يعلمون. 2 ത്വലാഖുകൾക്ക് ശേഷം അയാൾ അവളെ വീണ്ടും ത്വലാഖ് ചെയ്താൽ പിന്നീട് ആ പുരുഷന് ആ സ്ത്രീ അനുവദനീയയായിരിക്കുകയില്ല. അവൾ മറ്റൊരു ഭർത്താവിനെ വിവാഹം ചെയ്താലല്ലാതെ. എന്നിട്ട് അയാളും അവളെ ത്വലാഖ് ചെല്ലാനിടയാവുകയാണെങ്കിൽ അപ്പോൾ മുൻ ഭർത്താവും അവളും പരസ്പരം മടങ്ങുന്നതിൽ തെറ്റില്ല. ഇരുവരും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുമെന്ന് കരുതുന്നുവെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച പരിധികളാണിത്. അവൻ്റെ പരിധികൾ ലംഘിക്കുന്നതിൻ്റെ ദോഷങ്ങൾ മനസ്സിലാക്കുന്ന ജനത്തിന് മാർഗദർശനമായിട്ടത്രേ അവനത് വിശദീകരിക്കുന്നത്. ഒടുവിലെ തലാഖിൻ്റെ പ്രത്യാഘാതമാണ് വിവരിക്കുന്നത്. പിന്നീട് അയാൾക്ക് അവളെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല. അവൾ വേറെ ഇണയെ കണ്ടെത്തുകയല്ലാതെ അവർ തമ്മിൽ പുനർവിവാഹം അനുവദനീയമല്ല. പുതിയ വിവാഹാനന്തരം അവർ തമ്മിൽ വേർപിരിയുന്ന സ്ഥിതിയുണ്ടായാൽ അവളും മുൻ ഭർത്താവും തൽപരരാണെങ്കിൽ അവർക്ക് പുനർവിവാഹമാകാമെന്നു മാത്രം. അപ്രകാരമല്ലാതെ മുൻ ഭർത്താവും അവളുമായുള്ള വിവാഹം അനുവദിക്കപ്പെട്ടിട്ടില്ല. ത്വലാഖ് ദേഷ്യം പിടിച്ച് ധൃതി കൂട്ടി ചെയ്യേണ്ട ഒരു നടപടിയല്ലെന്ന് പഠിപ്പിക്കാനാണ് ത്വലാഖ് 2 തവണയാണെന്ന് പഠിപ്പിക്കുന്ന വിധിയും അതിൻ്റെ വിശദീകരണവും നൽകിയത്. അതേപോലെ ത്വലാഖ് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കളിയല്ലെന്ന് പഠിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് വിശ്വാസികളെ സംരക്ഷിക്കാനാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. തുടരെ ത്വലാഖ് കൊണ്ട് കളിക്കുന്നവർക്ക് പുനർവിവാഹത്തിനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തിയാൽ അനേകം ആളുകൾക്ക് യഥാർത്ഥത്തിൽ ത്വലാഖിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാവുകയില്ല. 3 ത്വലാഖും നടന്നു കഴിഞ്ഞാൽ പിന്നീട് പുനർവിവാഹം നടക്കുകയില്ലെന്ന വിധി ത്വലാഖ് കൊണ്ട് കളിക്കുന്നവരുടെ മുമ്പാകെ ഒരു നിലക്കും തരണം ചെയ്യാൻ സാധിക്കാത്ത കടമ്പയാണ് സൃഷ്ടിക്കുന്നത്. താൻ വിവാഹമോചനം ചെയ്ത സ്ത്രീ തനിക്ക് അനുവദനീയമാകണമെങ്കിൽ അവൾ സ്വാഭാവികമായി മറ്റൊരു വിവാഹം ചെയ്ത് അവർ തമ്മിൽ പിരിയുന്ന സ്ഥിതി ഉണ്ടാവേണ്ടതുണ്ട്. അത് ആരെങ്കിലും വിചാരിച്ച് ചെയ്യുന്ന കാര്യമല്ലല്ലോ. ഈ നിയന്ത്രണം ഉള്ളതുകൊണ്ട് ഭാര്യമാരെ വിവാഹമോചനം ചെയ്യുന്നവർ 100 തവണ ആലോചിച്ചതിന് ശേഷം മാത്രമേ വിവാഹമോചനം ചെയ്യുകയുള്ളൂ. അതുതന്നെയാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യവും. ആലോചിച്ചും അതിൻ്റെ വിദൂര പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടു മാത്രമേ ത്വലാഖ് ചെയ്യുകയുള്ളൂ എന്നതാണ് ഈ നിയമത്തിൻ്റെ ഗുണം. അള്ളാഹു നിർണയിച്ച പരിധികൾ അവൻ ജനങ്ങളുടെ മുമ്പാകെ വ്യക്തമായി വിവരിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.